എല്ലാവർക്കും പാരമ്പര്യ റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് ബിരിയാണി ഡേ ആണ്. അപ്പം ഒരുപാട് രീതിയിലുള്ള ബിരിയാണി വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് വീട്ടിലെല്ലാവർക്കും ക്രേസ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. അതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ബിരിയാണി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഈ ഒരു ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവരും നിങ്ങളുടെ കൈ പിടിച്ച് ഉമ്മ വയ്ക്കും. അങ്ങനത്തെ ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇനി അത് തയ്യാറാക്കാനുള്ള സാധനങ്ങളിലോട്ട് നമുക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഗ്ലാസ് ബസുമതി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ 2 ഗ്ലാസ് ബസുമതി അരി നമ്മൾ ബിരിയാണി തയ്യാറാക്കി വരുമ്പോൾ നമുക്കൊരു 4 പേർക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അളവാണിത്. അപ്പം ഒരു സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് ബസുമതി അരി ഇവിടെ ഒരു അരമണിക്കൂർ മുമ്പേ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ, ഒരു കപ്പ് തൈരും, 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇത് പ്രോസസ്സ് വളരെ എളുപ്പമാണ് കേട്ടോ. ഈ സൈഡിലുള്ള ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നാൽ ഈസി ആയിട്ട് ഇത് വെക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ ഒരു 10-12 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6-7 വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ചെറിയ പച്ചമുളകാണ് കേട്ടോ കിട്ടിയത്. വലിയ പച്ചമുളകാണെങ്കിൽ നല്ലതാണ്. അതൊരു 6-7 പച്ചമുളക് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബിരിയാണിയുടെയൊക്കെ എല്ലാ ബിരിയാണികളുടെയും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പുതിനയിലയാണ്. പുതിനയിലയുടെ മണം എന്ന് പറയുന്നത് ആ ബിരിയാണിക്കൊരു നല്ല ഫ്ലേവർ കൊടുക്കുന്ന ഒന്നാണ്, ടേസ്റ്റും എക്സ്ട്രാ കിട്ടുന്ന ഒന്നാണ്. അപ്പം അത് കൂടിയും പോകരുത്. ഞാൻ നമ്മുടെ ഒരു 2 ഗ്ലാസ്സിന് ഇത്രയും പുതിനയില എടുത്തിട്ടുണ്ട്. 2 തക്കാളി ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിയിലയും ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഇത്രയും പട്ട, ഒരു 6-7 ഗ്രാമ്പു, പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 4 ഏലക്ക ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സവാള തനിയെ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാനതിലൊരു 2-2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഒഴിച്ചാൽ ആ ബിരിയാണിക്കൊരു നല്ല മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പം ഈ നെയ്യൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പട്ട ഇട്ട് കൊടുക്കുന്നു. പട്ട, ഗ്രാമ്പൂ, ഏലം, പെരിഞ്ജീരകം ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സാധനം ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ആ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി, ആ വെളുത്തുള്ളി, ഇത് രണ്ടിൻ്റെയാണ് ആ പച്ച സ്മെല്ലൊന്ന് പോകേണ്ടത്. അതുകൊണ്ട് അത് ആദ്യം ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ പച്ച സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ആ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക്, ചെറിയ ഉള്ളി, തക്കാളി ഇവയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ച് വഴറ്റിയെടുക്കണം. ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇലകൾ ഇട്ട് കൊടുക്കാം. ആ മല്ലിയില, പുതിന ഇല ഇവയൊക്കെ ഇട്ട് കൊടുത്ത് അതും നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എനിക്കിവിടെ ആ ഒഴിച്ച നെയ്യ് തികഞ്ഞില്ലായിരുന്നു. ഞാൻ അല്പം കുക്കിംഗ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തു വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ബ്ലെൻഡറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ആ വഴറ്റിയ സാധനങ്ങൾ നമ്മൾ മിക്സിയുടെ ഒരു ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. വീണ്ടും ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരല്പം നെയ്യോ കുക്കിംഗ് ഓയിലോ എന്തൊഴിച്ചാലും മതി. ഞാനൊരല്പം നെയ്യ് തന്നെയാണ് ഒഴിച്ചത്. കുക്കിംഗ് ഓയിലായാലും മതി. എന്നിട്ട് നമ്മൾ ആ അരിഞ്ഞു വെച്ചിരുന്ന സവാളയിലെ പ്രത്യേകം ഒരു 2 സവാള നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റണം. നന്നായിട്ട് ബ്രൗൺ കളറാവണം ഇതിപ്പം നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങ് മൂത്ത് ക്രിസ്പി ഒന്നും ആകണ്ട. ബ്രൗൺ കളറായിട്ട് നല്ല ഇതിൽ വഴണ്ടെടുത്താൽ മതി. ഇപ്പോൾ നമുക്കതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നിട്ട് കൊടുക്കാം.
ഈ മല്ലിപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ വിട്ടാലും അതിൻ്റെ ഒരു മണം കൂടെ ഉണ്ടാവും. 1 ടേബിൾ സ്പൂണാണ് ഇട്ടത്. ഞാനൊരു ചെറിയ സ്പൂൺ, 1.5 സ്പൂൺ, അത് 1 ടേബിൾ സ്പൂൺ കണക്കാണ്. ഇതിപ്പോൾ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇതൊക്കെ വഴറ്റിയെടുത്തില്ലേ, ആ ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ വഴറ്റിയപ്പം നമ്മൾ ആദ്യം കറുവപ്പട്ട ഇട്ട് പൊട്ടിച്ചില്ലായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു 2 സ്പൂൺ മുഴുവൻ മല്ലിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്താലും മതി. അത് വേണമെങ്കിലും ചെയ്യാം. ഇത് രണ്ടും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും ഓപ്ഷനിലാണ്. ഇപ്പോൾ അതൊക്കെ നന്നായിട്ട് മല്ലിപ്പൊടിയും ചേർന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോൾ നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനില്ലേ, ആ ചിക്കൻ എടുത്ത് ഞാനിങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ഇളക്കിയതിന് ശേഷം നമുക്ക് ആ ബ്ലെൻഡറിൽ നമ്മൾ അരച്ച് വെച്ചിരുന്നില്ലേ, ആ വഴറ്റിയ സാധനങ്ങളെല്ലാം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ അരച്ച് വെച്ചിരുന്നതിന് ഇങ്ങോട്ടെടുത്ത് ഈ ചിക്കൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം മൊത്തം. ആ ബ്ലെൻഡറിൽ നമ്മൾ ആ വഴറ്റിയ സാധനങ്ങളൊക്കെ അരച്ച് വെച്ചിരുന്ന ആ അരപ്പും ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും ആ സവാളയും നമ്മൾ ഇട്ട് കൊടുത്ത മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ആ ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആവട്ടെ. ആവിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇങ്ങനെയും ഒന്ന് അടച്ച് വയ്ക്കാം. അതവിടെ ഇരുന്ന് ഒരു ഹാഫ് കുക്ക് ആകട്ടെ. ഇത് ഞാനൊരു 10 മിനിറ്റ് ഇപ്പം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മതി, നമുക്ക് നോക്കാം. നമ്മൾ ആ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, ആ ചിക്കനും പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു 2 ഗ്ലാസ് ബിരിയാണി റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ബിരിയാണി റൈസും കൂടെ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഉൾപ്പെടെ ആ ബിരിയാണി റൈസ് നമ്മൾ 2 ഗ്ലാസ്സാണ് എടുത്തത്. അതേ ഗ്ലാസ്സിൽ ഒരു 4 ഗ്ലാസ് വെള്ളം, അത് ആ തേങ്ങാപ്പാൽ ഉൾപ്പെടെ 4 ഗ്ലാസ് വെള്ളവും ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് അല്പം മുമ്പിൽ തന്നെ നിൽക്കണം. ഉപ്പ് കണക്കായിരുന്നൂടാ, നമ്മളിപ്പോൾ ഇടുമ്പോൾ ഉപ്പ് കൂടുതലെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഉപ്പും ഇട്ട് കൊടുത്ത്, കുക്കറാണെങ്കിൽ ഒരു 2 വിസിൽ കേൾക്കുമ്പോൾ അണച്ച് വെച്ചാൽ മതി. പക്ഷേ പറയാൻ പറ്റത്തില്ല കേട്ടോ, ചിലപ്പം ചില ബ്രാൻഡ് ബിരിയാണി റൈസിന് നമ്മൾ ഈ 2 വിസിൽ അടിച്ചിട്ട് ഇറക്കുമ്പോഴത്തേക്ക് ഒരല്പം കൂടെ വേകാമല്ലോ എന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ ഒരു അല്പം കൂടെ വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഒരു ആവി കയറ്റിയാൽ മതി. പക്ഷേ സാധാരണ ഈ ബിരിയാണിക്ക് എൻ്റെ അനുഭവത്തിൽ കുക്കറിലാണെങ്കിൽ 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് വേവിന് തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ ഇത് ഇലക്ട്രിക് റൈസ് കുക്കറിലോട്ടാണ് വെക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മണത്തോടെ നല്ല കറക്റ്റ് പാകത്തിലാണ് വന്നിരിക്കുന്നത് ബിരിയാണി. നന്നായിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ബിരിയാണി വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. നല്ല ഒട്ടും കുഴയാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മല്ലിയിലയൊന്നും ഗാർണിഷ് ചെയ്യാൻ ഇടണമെന്നില്ല, കാരണം മല്ലിയിലയും പുതിനയിലയും ഒക്കെ നമ്മൾ എണ്ണയിൽ വരട്ടി അരച്ച ഒരു ബിരിയാണിയുണ്ട്. അതിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ ഇതിനകത്തുണ്ട്. ഇനി നമുക്കിതിൽ മുട്ടയും കൂടെ ഒന്ന് പുഴുങ്ങി ഒന്ന് വയ്ക്കാം. കൊള്ളാം നോക്കലേ, നാളെയാ? കൊള്ളാമോ? ഇഷ്ടപ്പെട്ട? അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒട്ടും കുഴയാതെ നല്ല പരുവത്തിന് കിട്ടി. നല്ല ഫ്ലേവറാണ് കേട്ടോ, നല്ല മണമാണ്. ആ മല്ലിയില പുതിനയിലയൊക്കെ വതക്കിയതിൻ്റെയൊക്കെ ആ ഒരു മണം എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. ഒന്ന് കഴിച്ച് നോക്കട്ടെ, ഒരല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണിതിന്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം വേറൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.